ഗായ്സ്, അപ്പോൾ ഇന്നലെ ദളപതി വിജയുടെ ബർത്ത്ഡേ ആയിട്ട്, ഇന്നലെ അല്ല ബർത്ത്ഡേ ആയിട്ട് ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു. മിക്കവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ചിലവർക്ക് ഇഷ്ടപ്പെടാക്കുന്നുണ്ടാവും. ഇതെൻ്റെ ഓപ്ഷനാണ്. എനിക്ക് തീരെ വർക്കായില്ല. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതായത് ഒരു അവസാനത്തെ പടം എന്നൊക്കെ പറയണത് എന്തോ എനിക്കൊന്നും അറിഞ്ഞൂടാ. പക്ഷേ ഒരു ബാലയ സിനിമയുടെ ഒരു റീമേക്കാന്ന് അറിയുമ്പോൾ തന്നെ ഞാൻ സിനിമ കണ്ട് എനിക്ക് ആ സിനിമ പോലും ഇഷ്ടമാണ്. എനിക്ക് ബാലയുടെ ആകെ ഇഷ്ടപ്പെട്ട സിനിമ ഒരു അവസാനം ഈ അടുത്ത് കണ്ട ഒരു അവസാനമായിട്ട് ഓർമ്മ ഇറങ്ങിയില്ലേ, കോടാലി പിടിച്ച് കാട്ടിക്കൂടൊക്കെ, അത് പിന്നെ കുഴപ്പമില്ല. ബാക്കിയുള്ളത് പിന്നെ ആ ഒരു മറ്റൊരു സിനിമയുടെ റീമേക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു മൂഡില്ല ഒന്നത് കാണാൻ. പിന്നല്ല അതൊരു ഒന്നും തോന്നിക്കുന്നില്ല സത്യം പറഞ്ഞാൽ. ആ ഒരു ഇപ്പോൾ വിജയ് നടന്നൊന്ന് വാള് വെച്ചിട്ട് അങ്ങനത്തെ ഭാവമായിരിക്കും മുഖത്ത് കൊണ്ടുവരണേ, ഒക്കെ അറിയാം. ആ കണ്ണട വെച്ച് കത്തി മീശമാക്കി ഒരു സത്യം പറഞ്ഞാൽ ഞാനൊരു സൂര്യ ഫാനായതുകൊണ്ട് പറയാമല്ല. ഇപ്പോൾ സൂര്യയുടെ തന്നെ ഒരു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നെഗറ്റീവ് അങ്ങനെയാണ് പറയുന്നതാണ്. പണ്ടാണ് സൂര്യ ഭ്രാന്തൊക്കെ. ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങി ഇഷ്ടപ്പെട്ടു ഇല്ലയെന്ന് പറയും നമ്മൾ. എന്ന് കരുതി ഈ വിജയനോടൊരു ഇഷ്ടക്കേട് അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ പണ്ടാണ്. അത് ഭ്രാന്തന്മാരാണ്. എന്താ പറയുക, ഭ്രാന്ത് പിടിച്ച് നടക്കണവർക്കാണ് അങ്ങനെ തോന്നിക്കുള്ളൂ. എനിക്ക് സിനിമകളെല്ലാം ഫുള്ള് ഇഷ്ടമാണ്. പക്ഷെ മൊത്തത്തിനും അടുത്തിടെ ഈ മാസം പരിപാടി നമുക്ക് മാസം തോന്നിക്കണം. ഇപ്പം എല്ലാവരും സ്ലോ മോഷൻ മാസ് ഒക്കെ നടത്തും. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ലീവ് ഒരു സിനിമ കണ്ടില്ല, ലിയോയിൽ വിജയ്ക്ക് പറഞ്ഞ ദേഷ്യം അതൊക്കെ ശരിക്കും നമുക്ക് ഇഷ്ടപ്പെടും. ആ ഒരു രീതി, അതൊക്കെ ദേവാറിൻ്റെ ദേഷ്യം അപ്പോൾ ഒക്കെ തോന്നിക്കുന്ന ആ ഒരു ഇതൊക്കെ കിട്ടണം. ഇപ്പോൾ ഗോട്ടിൽ എനിക്ക് മാസം സീനൊന്നും ഒരു പഞ്ച് വിളി തോന്നിച്ചില്ല. അതുപോലെ തന്നെ ഈ ഒരു സാധനം എനിക്ക് ഈ ഒരു സിനിമയുടെ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു താല്പര്യവുമില്ല. എനിക്ക് ഈ സിനിമയുടെ പോസ്റ്ററുകൾ പോലും എനിക്ക് ഒന്നും വർക്കായി തോന്നിയില്ല. അതായത് ഇപ്പോൾ ഈ ടീസർ റിലീസാനൊക്കെ മുമ്പുള്ളൊരു പോസ്റ്റർ ഉണ്ട്, വസാരം വരുന്നിട്ട് മാള് കുത്തി പിടിച്ചിട്ടുണ്ട്. ആ പോസ്റ്റർ പിന്നെ ഒരു മെച്ചുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റർ വന്നു വാളും പിടിച്ച് ഇതുപോലെ തന്നെ പോലീസ് യൂണിഫോമിൽ. അയ്യോ, അതും എനിക്ക് ഫാൻ മെയ്ഡ് ഇതിനെക്കാളും ഗംഭീരയുടെ ഒരു ചെയ്യും അടിപൊളിയായിട്ട്. അത് ഒന്നിനും എനിക്ക് തന്നെ അറ്റ്ലി അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ ഇല്ലേ, എന്തൊരു കിട്ടില്ലാണ്ട് വിജയനെ നമുക്കറിയാം വിജയ് സിനിമ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണെന്ന് അറിയാം. പക്ഷെ പുള്ളി എന്തായാലും നിർത്താൻ പോലെ ഞാൻ മടുക്കണില്ലേ പുള്ളിക്ക്. ഉള്ള കാര്യം പറയണേ, സിനിമ എത്ര ഫ്ലോപ്പായിക്കോട്ടെ എന്നാലും ഒരു വെറൈറ്റി പിടിച്ചു. അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ ഒരു സൂര്യ ഫാനായതുകൊണ്ടല്ലേ ഇങ്ങനെ പറയണേ. അതായത് വിജയുടെ പടങ്ങൾ മൊത്തം ഇരുന്ന് ഒരു വിജയ് പടം ഇടയ്ക്ക് ടി വിയിൽ വരുമ്പോൾ കാണും, യൂട്യൂബിൽ ഇരുന്ന് കാണും. അതൊക്കെയാണ് കാരണം റിപ്പീറ്റ് വേലുള്ള സിനിമകളാണ് പുള്ളിയുടെ. തേറി, തുപ്പാക്കി, കത്തി, മെർസൽ, ലിയോ, അതൊക്കെ ഇടയ്ക്ക് ഇരുന്ന് കാണാം. കാരണം ഇപ്പോൾ കറങ്ങുന്ന സൂര്യയുടെ സിനിമ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ റെട്ടറല്ല ഉദ്ദേശിച്ചത്, അല്ലാണ്ട് കങ്കുവൊക്കെ വെച്ച് നോക്കുമ്പോൾ കങ്കുവാനെ എൻ്റെ ബെറ്ററാണ് ഗോട്ട് ഉള്ള കാര്യം. കാരണം കങ്കുവ ചില സിനിമകൾ എനിക്കെന്നെ വിഷമമാണ്. സൂര്യയുടെ അതിനെക്കുറിച്ച് പറയാത്തന്നെ ഭേദം. എന്തായാലും നല്ല സിനിമകൾ പുള്ളിക്ക് ഇനി അടുത്ത് ഇത് കഴിഞ്ഞിട്ട് വേറൊരു സിനിമ പിടിക്കണമെങ്കിൽ നല്ല സിനിമ പുള്ളി പിടിക്കട്ടെ. ഈ ഒരു സിനിമയോട് എനിക്ക് ഒരു താല്പര്യമില്ല. എനിക്കിതിൻ്റെ പോസ്റ്ററൊന്നും എനിക്കൊന്നും പിടിച്ചില്ല സത്യമായിട്ട്. ഞാൻ 12 മണിക്കിരുന്ന് കണ്ടേ. ഞാൻ അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞ്. പിന്നെ വീഡിയോ എന്തായാലും ഇടാമെന്ന് വിചാരിച്ച്. ഇതിനെക്കുറിച്ച് ഇപ്പോൾ കുറേ വാഴകൾ വന്ന് കമൻ്റ് ഇടും, അതൊന്നും മൈൻഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഞാൻ വലിയ യൂട്യൂബറോ അങ്ങനെയൊന്നുമില്ല. എൻ്റെ ചാനൽ വലിയ ഇത് കയറുകയോ അത് ഞാൻ നോക്കാറില്ല. എനിക്കൊരു സിനിമ കണ്ടതിന് അഭിപ്രായം പറയാൻ തോന്നി, ഞാൻ എടുത്ത് കയറുന്നു. ആൾക്കാർക്ക് കണ്ടാൽ ഇഷ്ടപ്പെട്ട്, കണ്ടില്ല റിവ്യൂ പറയും. ഇപ്പോൾ മറ്റേ അജിത്തിൻ്റെ സിനിമയുടെ റിവ്യൂ ഇട്ടു, കുറേ എണ്ണങ്ങൾ വന്നത് ഇതൊക്കെ പറയണ്ടേ. അതൊന്നും മൈൻഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇവന്മാരിങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യവുമില്ല. ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് വന്ന് പറയും, അത് നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെ പിന്നെ എല്ലാം മിക്കവാറും നെഗറ്റീവ് പറഞ്ഞാലാണ് കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കൂ. അതൊന്നും കാര്യമില്ല. അങ്ങനെ നോക്കിയിട്ട് ഒരു കാര്യമില്ല. എനിക്ക് സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടോ, എനിക്ക് കണ്ട് തിയേറ്ററിൽ കാണാൻ ഇരുന്ന് പറ്റുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാറുണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറയാറ്. ഒട്ടും കാണാൻ പറ്റാത്ത പടങ്ങളാണ് വന്നത് തെറി പറയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഞാൻ കൂറ പടമാണെന്ന് എങ്ങനെയൊക്കെ പറയാറ്.
ഞാൻ സൂര്യ ഫാനായ കങ്കു എനിക്ക് കാണാൻ പോലും എനിക്ക് പോകണമെന്ന് ആരും കങ്കുവൊക്കെ കരച്ചിൽ വരുന്നു. ഒരു സൂര്യ ഫാനായ ഒരു അവസ്ഥയൊക്കെ ഇല്ലേ. അപ്പം അതുപോലെ തന്നെ ഈ ഒരു സിനിമ എന്തായാലും തിയേറ്ററിൽ ഇറങ്ങി അല്ല ട്രെയിലർ അതൊക്കെ ഇറങ്ങട്ടെ. എന്നാലാണ് ഈ സിനിമയുടെ എൻ്റെ ഒരു ആഗ്രഹം ബാലയ സിനിമയുടെ ഒരു മൊത്തത്തിൽ ആ ഒരു പിടിച്ച് മാസും പിന്നെ വിജയുടെ രാഷ്ട്രമൊക്കെ കുത്തി കയറ്റി അലമ്പാക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഒരു ലിയോ പോലത്തൊരു സിനിമ വിജയുടെ കാണാൻ കൊതിയാണ് തൊട്ടിട്ടു. ലിയോ ഒക്കെ എൻ്റെ മോനെ ആ ഒരു പോലീസ് സ്റ്റേഷനിലൊക്കെ പുള്ളിക്ക് പറഞ്ഞ ദേഷ്യം കുറയ്ക്കൽ പിടിക്കും തോന്നും. ലോകേഷിൻ്റെ കയ്യിൽ തന്നെ കിട്ടിയാൽ മതിയായിരുന്നു ഒരു അവസാനത്തെ സിനിമയിൽ ഇറങ്ങുമ്പോഴേലും. അല്ലെങ്കിൽ കൈത് ടൂലി വിജയുടെ വെച്ച് ചെറിയ ബാങ്കിലും മതിയായിരുന്നു. സത്യം ഈ സിനിമ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇഷ്ടപ്പെട്ടില്ലയോ കമൻറ്റിട്ട് ഹെയറിൽ കെട്ടുന്നവർക്കൊക്കെ വരാം ഇടാം. ഒരു കുഴപ്പമില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.